എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് പ്ലം കേക്ക്. പൊതികളായിട്ട് പൊതിഞ്ഞിട്ടാണ് നമ്മളിന്ന് പ്ലം കേക്ക് സൂക്ഷിക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ്. അതുപോലെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുന്ന സമയത്തും നമുക്കെപ്പോഴും കട്ട് ചെയ്ത് കഷ്ടപ്പെടേണ്ട, ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലം കേക്കാണ് ഈ വർഷത്തെ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് 1/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുറുകിയ ഒരു സിറപ്പാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് വേണ്ടത്. ഇത് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ്. അപ്പോൾ ആദ്യം തന്നെ മുട്ട ഒരു പാത്രത്തിലേക്ക് തോടൊന്നും ഇല്ലാതെ പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്ക് പൊടി ഒന്ന് അളന്നെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 150 ഗ്രാമാണ് നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. 750 ഗ്രാം വരുന്ന ഒരു കേക്കിൻ്റെ അളവാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. 150 ഗ്രാം മൈദ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഒരു നുള്ളാണ് ചേർക്കുന്നത്. ഒരു 1/8 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കറുവാപ്പട്ട പൊടിച്ചതാണ്. അതും അതേ അളവിൽ തന്നെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പൊടികളായിട്ട് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എല്ലാ സ്പൈസസും കൂടി എടുത്തിട്ട് മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു വലിയ കഷ്ണം പട്ട, 2 ഏലക്ക, ചെറിയ 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ ജാതിക്ക, അത്രയാണ് വേണ്ടത്. അപ്പോൾ ജാതിപത്രി അല്ല, ജാതിക്കയുടെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈക്വൽ അളവിലാണ്. അപ്പോൾ വിശദമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ചുക്ക് പൊടി അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒരുപാട് കൂടരുത്. ഒരു 1/8 ടീസ്പൂണാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് 1/8 ടീസ്പൂൺ. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും സ്പൈസസും ഒക്കെ ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് എടുക്കുന്നത്. ഒരു കിലോയുടെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കിലോയുടെ കേക്കിൻ്റെ റെസിപ്പി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ നമ്മളെല്ലാ പൊടികളും അരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റമ്മിൽ സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. ഇതും നമ്മൾ അളന്നാണ് എടുക്കുന്നത്. 1 കപ്പോളം ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ വന്നിട്ടുള്ളത് 260 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. കൂടുതൽ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഇതുപോലെ സൈസിലുള്ളൊരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിക്കാം. ഇതുപോലെ ചെറിയ സുഷിരങ്ങളിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ള ഭാഗം വരാതെ വേണം ഗ്രേറ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓറഞ്ച് തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ഈ പ്ലം കേക്ക് സോക്ക് ചെയ്തപ്പോൾ അതിൽ സ്പൈസസും അതുപോലെ ഓറഞ്ചും ഒക്കെ ചേർത്തിട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ മാത്രമായിരിക്കും അതിരിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസും അതുപോലെ തന്നെ ഇതുപോലെ ഓറഞ്ചും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചേർക്കണം. അപ്പോൾ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് റിച്ച് ആയിട്ടുള്ളൊരു കേക്ക് ആയതുകൊണ്ട് എല്ലാം താഴെ പോയി അടിയില്ല, ഇടയ്ക്കൊക്കെ കിടക്കും. എന്നാലും ഒന്ന് കോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം.
നമ്മൾ ഈ കാണിക്കുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള ഓഥൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്, ബേക്കറി സ്റ്റൈലിലുള്ളതല്ല. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒരു 100 ഗ്രാം ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ, 100 ഗ്രാം എന്ന് പറയുന്നത് 1/4 കപ്പ് പ്ലസ് ഒരു 3 ടേബിൾ സ്പൂൺ അത്രയും അളവിൽ വരുന്ന ബട്ടറാണ് നമ്മളിതിലേക്ക് വേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴാണ് അത് ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഈ ബട്ടർ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു സോഫ്റ്റ് ആകുന്നവരെ, നന്നായിട്ട് ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷമാണ് 1/4 കപ്പ് വന്നിട്ടുള്ളത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ബട്ടറും കൂടെ നന്നായിട്ട് ബീറ്റാക്കി കൊടുക്കുക. ഇങ്ങനെ ഹാൻഡ് ബീറ്റർ വേണമെന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് വിസ്കോ തടിത്തവിയോ നിങ്ങളുടെ കയ്യിലുള്ള ഫോർക്കോ സ്പൂണോ എന്ത് വെച്ച് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് എളുപ്പത്തിനാണ് നമ്മൾ ഹാൻഡ് ബീറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. വളരെ എളുപ്പത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതാണ്. ഈ റെസിപ്പി വന്നിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് നമ്മളിപ്പോൾ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കുന്നത്. എക്സ്ട്രാക്റ്റിന് പകരം നിങ്ങൾക്ക് എസൻസ് ചേർക്കാം. എസൻസ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒന്ന് ചേർക്കുക. നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ട 3 എണ്ണം മറ്റൊരു പാത്രത്തിൽ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ മുട്ടത്തോടൊന്നും ഇല്ലാതെ വേണം അത് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ഡയറക്റ്റ് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടത്തോടൊക്കെ ഇതിൽ വന്നാൽ എടുക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ മുട്ട ഇങ്ങനെ മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. മുട്ട ചേർക്കുന്ന വഴിയെ ചിലപ്പം ഈ ബട്ടറൊന്ന് പിരിഞ്ഞു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് യാതൊരു കുഴപ്പമില്ല, ബേക്കായി കഴിയുമ്പോഴത്തേക്ക് റെഡിയാകും. 3 മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബട്ടറിൽ ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടി ചേർത്തിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്താൽ മതി, കൈവച്ചിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈ പൊടിയിൽ കോട്ട് ചെയ്തിരിക്കുന്ന കാരണം കൈവച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് വന്നിട്ട് റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഒതൻറ്റിക് രീതിയിലുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് ടിന്നൊക്കെ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അപ്പോൾ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓവൻ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സോസ് പാൻ മെത്തേഡ്, സ്റ്റൗ മെത്തേഡിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാം. എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മളിതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ ഓവനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ റാക്കിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ അവൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു 30 മിനിറ്റ് 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വെന്തോ നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ എടുത്തു ഈ കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. കേക്കിൽ വിള്ളലൊന്നും വീഴാതെ മുകൾ ഭാഗമൊന്നും ഒട്ടൽ വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലം കേക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പം അപ്പോൾ തന്നെ കട്ട് ചെയ്യരുത്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റും അതുപോലെ ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. നമ്മളിവിടെ ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളത്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കറക്റ്റ് രുചി വരുന്നൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൽ അവർ ഡാൽഡ അതുപോലെ തന്നെ കാരമൽ സിറപ്പിന് പകരം
കളറും അതുപോലെ പ്ലം എസൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷേ അതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഒരു പൊതി കേക്കാണ് ചെയ്യുന്നത്. അപ്പം പൊതി കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കേക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങളെയും വീണ്ടും ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാനായിട്ട് നമ്മളിവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി ബട്ടർ പേപ്പർ മുറിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ സ്ലൈസിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് മിഠായിയൊക്കെ പൊതിയുന്ന പോലെ തന്നെ 2 സൈഡും ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നമ്മളെപ്പോഴും കേക്ക് എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഒരു പുതുമയാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും ഒരു പുതുമയാണ്. അപ്പോൾ ഇങ്ങനെ പൊതികളാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് പ്ലം കേക്ക് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. അതുപോലെ ഈ കേക്ക് വന്നിട്ടുള്ളത് 750 ഗ്രാം കേക്കാണ്. അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്ന ഒരു കേക്കാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ക്രിസ്മസിന് എടുക്കാം, അത്രയ്ക്കും നേരം ഇത് കേടാവാതെ ഇരിക്കുന്ന ഒരു കേക്കാണ്. നമ്മൾ കാരണം ആൽക്കഹോളൊക്കെ സോക്ക് ചെയ്തിട്ട് ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് മുന്നേ തന്നെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ എടുക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം അതുപോലെ പൊതിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സമയം കിട്ടുന്ന പോലെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വെറൈറ്റിയിലുള്ള പ്ലം കേക്കുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചുള്ള കമൻസ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും കമൻസ് ഞാൻ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ റെസിപ്പീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.